ഹലോ സുഹൃത്തുക്കളെ, ചാണക്യൻ പറയുന്നു, സത്യമറിയുന്നവൻ മാത്രമേ കള്ളം പറയൂ. കാരണം കള്ളം കേൾക്കുന്നവർക്ക് സത്യം അറിയില്ലായിരിക്കാം. എന്നാൽ കള്ളം പറയുന്നയാൾ എപ്പോഴും സത്യമറിയുന്നു. അതുകൊണ്ടാണ് കള്ളം കണ്ടെത്തൽ ഒരു കലയെന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ വളരെ പ്രത്യേകതയുള്ളതാണ്. കാരണം ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും നിങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന ഒരു കലയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതാണ് കള്ളം കണ്ടെത്തൽ കല. സത്യത്തിന്റെ പാതയിൽ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഈ കല പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ വീഡിയോയിൽ നുണകൾ എങ്ങനെ കണ്ടെത്താം, എന്തൊക്കെ സിഗ്നലുകൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം എന്നിവ നമ്മൾ പഠിക്കും. എന്നാൽ അതിനു മുമ്പ് ചാണക്യനും ചന്ദ്രഗുപ്തനും തമ്മിലുള്ള ഒരു കഥ ഞാൻ നിങ്ങളോട് പറയാം. ഈ കഥ നിങ്ങളെ പ്രചോദിപ്പിക്കുക മാത്രമല്ല, ചാണക്യൻ തന്റെ മൂർച്ചയുള്ള ബുദ്ധിശക്തിയും സൂക്ഷ്മമായ നിരീക്ഷണവും ഉപയോഗിച്ച് ഒരു നിമിഷം കൊണ്ട് കള്ളം എങ്ങനെ കണ്ടെത്തിയെന്നും നിങ്ങളെ പഠിപ്പിക്കും. അതിനാൽ അവസാനം വരെ തീർച്ചയായും ഈ വീഡിയോ കാണുക. കാരണം ഇന്ന് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്ന എന്തെങ്കിലും നിങ്ങൾ പഠിക്കാൻ പോകുന്നു. നമുക്കാരംഭിക്കാം. ഒരു ദിവസം ചന്ദ്രഗുപ്തൻ തന്റെ ഗുരുവായ ചാണക്യന്റെ അടുത്തേക്ക് വന്നു. അവന്റെ മുഖത്ത് ഒരുതരം നെറ്റിച്ചുളിച്ചു. അവനെന്തോ മറച്ചുവെക്കുന്നതുപോലെ തോന്നി. ചാണക്യൻ അവനെ നോക്കി ശാന്തമായ സ്വരത്തിൽ ചോദിച്ചു, ചന്ദ്രഗുപ്ത, എന്താണ് കാര്യം? ഇന്ന് നിന്റെ മനസ്സ് എന്തിനാണ് അല്പം സങ്കടപ്പെടുന്നത്? ചന്ദ്രഗുപ്തൻ പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു, ഗുരുദേവൻ, ഒന്നുമില്ല. ഞാൻ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. എല്ലാം ശരിയാണ്. പക്ഷേ അവന്റെ കണ്ണുകൾ മറ്റൊന്നു പറഞ്ഞു. ചന്ദ്രഗുപ്തന്റെ പുഞ്ചിരി വ്യാജമാണെന്നും അവന്റെ ശബ്ദത്തിൽ നേരിയ ചലനമുണ്ടെന്നും ചാണക്യൻ ശ്രദ്ധിച്ചു. ചാണക്യൻ പുഞ്ചിരിയോടെ പറഞ്ഞു, ചന്ദ്രഗുപ്ത, നീ എന്റെ ശിഷ്യനാണ്. എന്നിൽ നിന്ന് ഒന്നും മറയ്ക്കേണ്ട ആവശ്യമില്ല. കാര്യമെന്താണെന്ന് പറയൂ. ചന്ദ്രഗുപ്തൻ വീണ്ടും പുഞ്ചിരിച്ചുകൊണ്ട് അതിനെ മറികടക്കാൻ ശ്രമിച്ചു. ഗുരുദേവൻ, നീയും അങ്ങനെ തന്നെ. നീ എപ്പോഴും എന്റെ മനസ്സു വായിക്കൂ. ഒന്നും യഥാർത്ഥത്തിൽ സംഭവിക്കുന്നില്ല. പക്ഷേ ചാണക്യന് അത് മനസ്സിലാകാൻ അധിക സമയമെടുത്തില്ല. 2 മിനിറ്റിനുള്ളിൽ ചന്ദ്രഗുപ്തന്റെ നുണ അയാൾക്ക് മനസ്സിലായി. ശാന്തമായ എന്നാൽ കർശനമായ സ്വരത്തിൽ ചാണക്യൻ പറഞ്ഞു, ചന്ദ്രഗുപ്ത, നീ പറഞ്ഞത് സത്യമല്ല. ഇന്നലെ രാത്രി നീ ഒരു രഹസ്യയോഗം നടത്തി. അതിൽ നീ ചില പട്ടാളക്കാരുമായി ഒരു പദ്ധതി തയ്യാറാക്കി. ആ പദ്ധതി നീ എന്നിൽ നിന്ന് മറച്ചുവെക്കുകയാണ്. ശരിയാണോ? ചന്ദ്രഗുപ്തൻ സ്തബ്ധനായി. അവന്റെ കണ്ണുകൾ അത്ഭുതത്താൽ വിടർന്നു. അവൻ ധൈര്യം സംഭരിച്ചു പറഞ്ഞു, ഗുരുദേവൻ, ഞാൻ വളരെ ആത്മവിശ്വാസത്തോടെ കള്ളം പറഞ്ഞു. അങ്ങെങ്ങനെയാണ് ഇത്ര എളുപ്പത്തിൽ അത് കണ്ടെത്തിയത്? ദയവായി ഈ കല എന്നെ പഠിപ്പിക്കൂ. ചാണക്യൻ പുഞ്ചിരിയോടെ പറഞ്ഞു, എന്റെ ശിഷ്യരെ, നുണകൾ കണ്ടെത്തുന്നത് മാന്ത്രികതയല്ല. നിരീക്ഷണം, ക്ഷമ, ബുദ്ധിയിൽ നിന്ന് വരുന്ന ഒരു കലയാണിത്. നുണകൾ എങ്ങനെ പിടിക്കാമെന്നും സത്യമെങ്ങനെ അറിയാമെന്നും ഇന്ന് ഞാൻ നിന്നെ പഠിപ്പിക്കാൻ പോകുന്നു. എന്നാൽ ആദ്യം ഈ കലയുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ ഞാൻ മറ്റൊരു കഥ പറയാം. ഒരു ചെറിയ ഗ്രാമമുണ്ടായിരുന്നു. സത്യസന്ധരായ ആളുകളാൽ നിറഞ്ഞ പച്ചയും സമാധാനപരവുമായ ഒരു ഗ്രാമമാണിത്. ആ ഗ്രാമത്തിൽ ധർമ്മദത്തൻ എന്നൊരു വ്യാപാരി താമസിച്ചിരുന്നു. ധർമ്മദത്തന്റെ നെയ്ക്കട ഗ്രാമം മുഴുവൻ പ്രസിദ്ധമായിരുന്നു. അദ്ദേഹത്തിന്റെ കടയിലെ നെയ്യ് ശുദ്ധമാണെന്ന് ആളുകൾ പറഞ്ഞു. പുതിയ പശുവിൻ പാലിൽ നിന്നാണ് ഇതുണ്ടാക്കിയത്. അത് സുഗന്ധവും രുചികരവുമായിരുന്നു. ധർമ്മദത്തന്റെ കടയിൽ എപ്പോഴും തിരക്കായിരുന്നു. ദൂരെ നിന്ന് ആളുകൾ അദ്ദേഹത്തിൽ നിന്ന് നെയ്യ് വാങ്ങാൻ വരുമായിരുന്നു. അദ്ദേഹത്തിന്റെ ബിസിനസ് സമൃദ്ധമായിരുന്നു. അദ്ദേഹത്തിന് സമ്പത്തും പേരും ബഹുമാനവും ഉണ്ടായിരുന്നു. പക്ഷേ ഒരു മനുഷ്യന്റെ മനസ്സ് വളരെ അസ്വസ്ഥമാണ്. ധനം ലഭിച്ചിട്ടും അത്യാഗ്രഹത്തിന്റെ ആസക്തി കുറഞ്ഞില്ല. കാലം കടന്നുപോയി. പതുക്കെ ധർമ്മദത്തന്റെ മനസ്സിൽ അത്യാഗ്രഹം ഉണർന്നു. കുറച്ചു വില കുറഞ്ഞ എണ്ണ നെയ്യിൽ കലർത്തിയാൽ കൂടുതൽ ലാഭം ലഭിക്കുമെന്ന് അദ്ദേഹത്തിന് തോന്നി. തന്റെ കടയുടെ പ്രശസ്തി കാരണം ആരും തന്നെ സംശയിക്കില്ലെന്നും അദ്ദേഹം കരുതി. ആദ്യമായി അദ്ദേഹം ഇത് വളരെ ഭയത്തോടെയാണ് ചെയ്തത്. ആളുകൾ ഇതിൽ കുറ്റം കണ്ടെത്തുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാൽ അതിശയകരമെന്നു പറയട്ടെ, അന്ന് അദ്ദേഹത്തിന്റെ മുഴുവൻ നെയ്യും വിറ്റഴിച്ചു. നെയ്യുടെ സ്വഭാവത്തെയോ നിറത്തെയോ ആരും സംശയിച്ചില്ല. ഇതു കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിച്ചു. ഇപ്പോൾ അവൻ ദിവസവും നെയ്യിൽ എണ്ണ കലർത്താൻ തുടങ്ങി. ചിലവുകൾ കുറഞ്ഞു, ലാഭം വർദ്ധിച്ചു. അവന്റെ കണക്ക് പുസ്തകം സ്വർണം പോലെ തിളങ്ങി. അവനൊരു പുതിയ വീട് പണിതു. അവൻ കട വലുതാക്കി. ആളുകൾ തന്നെ ഒരു ദാനശീലനായി കരുതാൻ വേണ്ടി അവൻ ഗ്രാമക്ഷേത്രത്തിന് സംഭാവന നൽകാൻ തുടങ്ങി. പക്ഷേ അവനൊരു കാര്യം മനസ്സിലായില്ല. അവൻ സത്യം എത്ര മറച്ചുവെച്ചാലും
ഒരു ദിവസം അത് പുറത്തുവരുമെന്ന്. ഗ്രാമത്തിലെ ചില മുതിർന്നവർ ക്രമേണ നെയ്യുടെ മണത്തിലും രുചിയിലും വ്യത്യാസം ശ്രദ്ധിച്ചു. നെയ്യ് കഴിച്ചതിനുശേഷം കുട്ടികൾക്ക് വയറുവേദന തുടങ്ങി. രുചി മുമ്പത്തെപ്പോലെയല്ലെന്ന് ചില വീട്ടുജോലിക്കാർ പറഞ്ഞു. എന്നാൽ അവനൊരു വലിയ മനുഷ്യനായി മാറിയതിനാൽ ആരും അവനോട് പരാതിപ്പെടാൻ ധൈര്യപ്പെട്ടില്ല. പക്ഷേ ഒരു സന്യാസി ഗ്രാമത്തിലേക്ക് വന്നു. അദ്ദേഹം ദൂരേക്ക് യാത്ര ചെയ്യാറുണ്ടായിരുന്നു. എവിടെ പോയാലും അദ്ദേഹം അവിടെയുള്ള ക്ഷേത്രത്തിൽ താമസിച്ച് ആളുകളുടെ ചിന്തകൾ ശ്രദ്ധിക്കുമായിരുന്നു. ഈ ഗ്രാമത്തിൽ വരുമ്പോൾ അവൻ ധർമ്മദത്തന്റെ കടയിൽ നിന്ന് നെയ്യ് വാങ്ങി. സന്യാസി നെയ്യ് മണത്തു. അത് വിരലുകളിൽ തടവി. സന്യാസിയുടെ മുഖത്ത് ഒരു നേർത്ത പുഞ്ചിരി വന്നു. സന്യാസി ഗ്രാമവാസികളെ വിളിച്ചു ചോദിച്ചു, "എന്റെ സഹോദരന്മാരെ, ഈ നെയ്യിൽ എന്തെങ്കിലും വിഷമുണ്ടെന്ന് നിങ്ങൾ കരുതുന്നില്ലേ?" ആളുകൾ പ്രതീക്ഷയോടെ കാത്തിരുന്നു. ഭയം കാരണം അവർക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. സന്യാസി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "ശരി, നാളെ രാവിലെ എല്ലാവരും ഗ്രാമക്ഷേത്രത്തിൽ ഒത്തുകൂടും. ഞാൻ അവിടെ സത്യം വെളിപ്പെടുത്തും." പിറ്റേന്ന് രാവിലെ ഗ്രാമം മുഴുവൻ ക്ഷേത്രത്തിൽ ഒത്തുകൂടി. സന്യാസി ധർമ്മദത്തനെയും വിളിച്ചു. എല്ലാവരുടെയും കണ്ണുകൾ അവനിൽ പതിഞ്ഞു. സന്യാസി ഒരു പാത്രത്തിൽ നെയ്യെടുത്തു. അതിൽ കുറച്ച് പഞ്ഞിയിട്ട് കത്തിച്ചു. നെയ്വിളക്ക് കൊളുത്തിയപ്പോൾ അതിൽ നിന്ന് കറുത്ത പുക ഉയർന്നു. അത് പുകയുകയും ചെയ്തു. എല്ലാവരും സ്തബ്ധരായി. "നോക്കൂ," സന്യാസി പറഞ്ഞു, "ശുദ്ധമായ നെയ്യ് ഒരിക്കലും ഇങ്ങനെ പുകയില്ല. അതിൽ മായം കലർന്നിരിക്കണം." ധർമ്മദത്തന്റെ മുഖം വിളറി. ഗ്രാമത്തലവൻ കർശനമായ സ്വരത്തിൽ ചോദിച്ചു, "സത്യം പറയൂ, നിങ്ങൾ എന്താണ് കലർത്തിയത്?" ധർമ്മദത്തനോട് ചോദിച്ചു, "നിങ്ങൾ എത്ര തവണ വില കുറഞ്ഞ എണ്ണ നെയ്യിൽ കലർത്തി?" പക്ഷേ സന്യാസിയുടെ മൂർച്ചയുള്ള കണ്ണുകളിൽ നിന്നും ഗ്രാമവാസികളുടെ നോട്ടത്തിൽ നിന്നും അയാൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. അടുവിൽ അയാൾക്ക് കുറ്റസമ്മതം നടത്തേണ്ടിവന്നു. "ഞാൻ നെയ്യിൽ വില കുറഞ്ഞ എണ്ണ കലർത്തി." ഗ്രാമം മുഴുവൻ നിശബ്ദത തളം കെട്ടി. വർഷങ്ങളായി അദ്ദേഹത്തെ വിശ്വസിച്ചിരുന്ന ആളുകൾ ലജ്ജിച്ചു. ധർമ്മദത്തൻ കരഞ്ഞു. "അത്യാഗ്രഹം കൊണ്ടാണ് ഞാൻ ഈ പാപം ചെയ്തത്," അദ്ദേഹം പറഞ്ഞു. "എന്നോട് ക്ഷമിക്കൂ." സന്യാസി ശാന്തമായ സ്വരത്തിൽ പറഞ്ഞു, "നോക്കൂ സഹോദരാ, പണം സമ്പാദിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അസത്യത കൊണ്ട് സമ്പാദിച്ച പണത്തിന് ഒരിക്കലും സന്തോഷം നൽകാൻ കഴിയില്ല. ക്ഷേത്രത്തിന് നിങ്ങൾ നൽകിയ എല്ലാ സംഭാവനകളും പാഴായിപ്പോയി. അതുകൊണ്ടാണ് പാപത്തിന്റെ കറപുരണ്ട ധർമ്മദത്ത എല്ലാവരുടെ മുന്നിൽ സത്യം ചെയ്തത്. ഇന്നുമുതൽ ഞാൻ ഒരിക്കലും മായം ചേർക്കില്ല." ഗ്രാമവാസികൾ അദ്ദേഹത്തിനൊരവസരം നൽകാൻ തീരുമാനിച്ചു. പക്ഷേ അതേസമയം ഇനി മുതൽ എല്ലാ സാധനങ്ങളും വാങ്ങുമ്പോൾ ജാഗ്രത പാലിക്കണമെന്ന ഉപദേശവും അവർ സ്വീകരിച്ചു. ചന്ദ്രഗുപ്ത, ഈ കഥയിൽ നിന്ന് നിങ്ങൾ എന്തു പാഠമാണ് പഠിച്ചത്? ഏറ്റവും വലിയ പാഠം, ഒരാൾ എത്ര ബുദ്ധിമാനാണെങ്കിലും അയാൾക്ക് സത്യം മറയ്ക്കാൻ കഴിയില്ല എന്നതാണ്. നുണകളുടെ മൂടുപടം ഒരു ദിവസം മാറും. രണ്ടാമത്തേത്, ബിസിനസ്സിലെ സത്യസന്ധതയാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്നതാണ്. ഈ സത്യം മനസ്സിലാക്കുന്നവൻ ഒരു യഥാർത്ഥ ബിസിനസ്സുകാരനാണ്. ഈ കഥയ്ക്ക് ഒരു മൂന്നാം അർത്ഥം കൂടിയുണ്ട്. അത് ജനങ്ങളുടെ കണ്ണുകളാണ്. കുറഞ്ഞത് ഒരു വ്യക്തിയെങ്കിലും ജാഗ്രത പുലർത്തിയാൽ അയാൾക്ക് മുഴുവൻ ഗ്രാമത്തിന്റെയും കണ്ണുകളെ ആകർഷിക്കാൻ കഴിയും. ധർമ്മദത്തൻ ചെയ്തതുപോലെ സമൂഹം കണ്ണുകളടയ്ക്കുമ്പോൾ സത്യസന്ധതയില്ലാത്തയാളുകൾ തഴച്ചു വളരുന്നു എന്നാണിതിനർത്ഥം. എന്നാൽ അവബോധം വരുമ്പോൾ സത്യസന്ധത ഇല്ലാതാകുന്നു. ചന്ദ്രഗുപ്തൻ ഈ ബിസിനസ്സുകാരനെ മാത്രം തിരുത്തിയില്ല. കണ്ണടച്ചാൽ സത്യം അപ്രത്യക്ഷമാകില്ലെന്ന് അദ്ദേഹം മുഴുവൻ ഗ്രാമത്തെയും പഠിപ്പിച്ചു. ഗ്രാമവാസികൾക്ക് തുടക്കം മുതൽ സത്യമറിയാമായിരുന്നെങ്കിൽ നെയ്യിൽ മായം കലർത്തുന്നതുമൂലം കുട്ടികൾ കഷ്ടപ്പെടില്ലായിരുന്നു. അതിനാൽ രാജ്യം ഭരിക്കുമ്പോൾ നിങ്ങളേത് സ്ഥാനം വഹിച്ചാലും നിങ്ങളും ജാഗ്രത പാലിക്കണം. ഒരു കൂട്ടം ആളുകൾ നിങ്ങളെ പ്രശംസിക്കുമ്പോൾ അവരുടെ വാക്കുകൾക്ക് പിന്നിലെ മറഞ്ഞിരിക്കുന്ന ഉദ്ദേശങ്ങൾ കാണുക. ആരെങ്കിലും നിങ്ങൾക്കുപദേശം നൽകുമ്പോൾ അവരുടെ മനസ്സിന്റെ സത്യമറിയുക. ഓരോ വാക്കിനും, ഓരോ പ്രവൃത്തിക്കും, ഓരോ പുഞ്ചിരിക്കും പിന്നിലെ സത്യം മനസ്സിലാക്കുക. അത്യാഗ്രഹിയായ വ്യാപാരി തന്നോട് ജനങ്ങൾക്കുണ്ടായ വിശ്വാസം നശിപ്പിച്ചു എന്നതും ഓർക്കുക. ഇന്നും ആളുകൾ അവനെ സംശയത്തോടെയാണ് നോക്കുന്നത്. ഒരാളുടെ ജീവിതത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതൊരിക്കലും പഴയതുപോലെയാകില്ല. ചന്ദ്രഗുപ്തൻ തലകുനിച്ചു പറഞ്ഞു, "ഗുരു, എനിക്ക് മനസ്സിലായി. രാജ്യത്തെ ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യമായി ഞാൻ സത്യത്തെ കണക്കാക്കും. എത്ര ആഗ്രഹങ്ങൾ എന്റെ മുന്നിൽ വന്നാലും ഞാൻ ഒരിക്കലും അനീതിയും വഞ്ചനയും ചെയ്യില്ല." അപ്പോൾ ചാണക്യൻ പറഞ്ഞു, "ചന്ദ്രഗുപ്ത, ഇപ്പോൾ ഞാൻ നിങ്ങളോട് ചില നിയമങ്ങൾ പറയാൻ പോകുന്നു. ശരീരഭാഷയിൽ ശ്രദ്ധിക്കുക. ഒരാൾ കള്ളം പറയുമ്പോൾ അവന്റെ ശരീരഭാഷ ആദ്യം മാറുന്നു. അവന്റെ വായ എന്തു പറഞ്ഞാലും അവന്റെ ശരീരഭാഷ സത്യം വെളിപ്പെടുത്തും.
ഈ നിയമം മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. ഉദാഹരണത്തിന്, നിങ്ങളോട് സംസാരിക്കുമ്പോൾ ആരെങ്കിലും നിരന്തരം കണ്ണുകൾ മുന്നോട്ടും പിന്നോട്ടും ചലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് സംശയത്തിന്റെ ലക്ഷണമായിരിക്കാം. സത്യം പറയുന്ന ഒരാൾ സാധാരണയായി ആത്മവിശ്വാസത്തോടെ മറ്റൊരാളുടെ കണ്ണിലേക്ക് നോക്കും. എന്നാൽ നുണയൻ നിങ്ങളുടെ മുന്നിലേക്ക് നോക്കാൻ മടിക്കും, അല്ലെങ്കിൽ പലപ്പോഴും താഴേക്ക് നോക്കും. പലപ്പോഴും ആളുകൾ അവരുടെ വായിലോ മൂക്കിലോ തൊടും. ഇത് അവർ പരിഭ്രാന്തരാണെന്നതിന്റെ സൂചനയാണ്. മനസ്സ് ഒരു നുണ സൃഷ്ടിക്കുമ്പോൾ ശരീരം പരിഭ്രാന്തി അനുഭവിക്കുന്നു. കൈകൾ യാന്ത്രികമായി വായിലേക്കോ മൂക്കിലേക്കോ കഴുത്തിലേക്കോ നീങ്ങും. മാത്രമല്ല, കാലുകളുടെ ചലനവും ധാരാളം കാര്യങ്ങൾ പറയുന്നു. നുണയൻ പലപ്പോഴും അവരുടെ കാലുകൾ ചലിപ്പിക്കും. അവർ അസ്വസ്ഥതയോടെ ഇരിക്കും, അല്ലെങ്കിൽ പലപ്പോഴും മറ്റുള്ളവരുടെ ചോദ്യത്തിൽ കുടുങ്ങിപ്പോകുകയും ചെയ്യും. ഇതെല്ലാം അവരുടെ ഉള്ളിൽ നടക്കുന്ന പിരിമുഴക്കത്തിന്റെ ഫലമാണ്. രണ്ടാമത്തെ നിയമം, ശബ്ദത്തിലെ ഏറ്റക്കുറച്ചിലുകൾ മനസ്സിലാക്കുക. രണ്ടാമത്തെ പ്രധാന നിയമം വ്യക്തിയുടെ ശബ്ദം നിരീക്ഷിക്കുക എന്നതാണ്. ഒരാൾ കള്ളം പറയുമ്പോഴെല്ലാം അവരുടെ ശബ്ദത്തിൽ ചെറിയ മാറ്റമുണ്ടാകും. അവർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലായിരിക്കാം. ഉദാഹരണത്തിന്, ഒരു വ്യക്തി സാധാരണയായി സംസാരിക്കുമ്പോൾ മൃദുവായ ശബ്ദത്തിൽ സംസാരിച്ചേക്കാം. എന്നാൽ ഒരു പ്രത്യേക ചോദ്യത്തിന് പെട്ടെന്ന് അയാളുടെ ശബ്ദം ഉച്ചത്തിലോ പരുഷമായോ മാറിയാൽ അതിനർത്ഥം അയാൾക്ക് ആ ചോദ്യം അസ്വസ്ഥതയുണ്ടാക്കുന്നു എന്നാണ്. അതുപോലെ അയാളുടെ സംസാരത്തിൽ പെട്ടെന്നൊരു തടസ്സമുണ്ടായാൽ, അതായത് അയാൾ ആഹ് എന്ന് പറഞ്ഞാൽ, അതും നുണ പറയുന്നതിന്റെ ലക്ഷണമാണ്. ചിലപ്പോൾ ഒരു നുണയൻ തന്റെ സംസാരം ആവർത്തിക്കും. ഇതിലൂടെ അയാൾ തന്റെ മുന്നിലുള്ള വ്യക്തിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും. അയാൾക്ക് ഇല്ല, ഇല്ല, സത്യമല്ല എന്ന് പറയാൻ കഴിയും. ഇങ്ങനെ ആവർത്തിക്കുന്നത് അയാൾ സ്വയം തന്റെ നുണയെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്ന് കാണിക്കുന്നു. മറ്റൊരു കാര്യം ശബ്ദത്തിന്റെ വിറയലാണ്. പരിഭ്രാന്തനായ ഒരു നുണയന് തന്റെ ശബ്ദം പൂർണ്ണമായും സ്ഥിരമായി നിലനിർത്താൻ കഴിയില്ല. അയാളുടെ ശബ്ദത്തിൽ ഈർപ്പം, നേരിയ വിറയൽ അല്ലെങ്കിൽ വേഗത എന്നിവയുണ്ടാകാം. പരിചയസമ്പന്നനായ ഒരു ശ്രോതാവിന് ഈ വിറയൽ ഉടനടി കണ്ടെത്താൻ കഴിയും. എന്നാൽ ഇവിടെയും ശ്രദ്ധ ആവശ്യമാണ്. ചിലപ്പോൾ ആളുകൾ വേദിയിൽ സംസാരിക്കുമ്പോഴോ പരിചയമില്ലാത്ത ഒരാളോട് സംസാരിക്കുമ്പോഴോ പരിഭ്രാന്തി മൂലമാണ് അത്തരം സിഗ്നലുകൾ കാണിക്കുന്നത്. അതിനാൽ ശബ്ദത്തെ മാത്രം അടിസ്ഥാനമാക്കി വിധിക്കരുത്. അയാളുടെ മുഖഭാവങ്ങൾ, കണ്ണുകളുടെ ചലനങ്ങൾ, ശാരീരിക അവസ്ഥ എന്നിവയും പരിശോധിക്കുക. മൂന്നാം നിയമം, കഥയിൽ പൊരുത്തക്കേടുകളുണ്ടോ എന്ന് നോക്കുക. ആരെങ്കിലും കള്ളം പറയുമ്പോൾ അവരുടെ സംസാരത്തിൽ എപ്പോഴും പൊരുത്തക്കേടുകളുണ്ടാകും. സത്യം ഒന്നുതന്നെയാണ്. അതിനാൽ സത്യസന്ധനായ ഒരാളുടെ കഥ എപ്പോഴും ഒരുപോലെയാണ്. എന്നാൽ ഒരു നുണയൻ തന്റെ സംസാരം വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ടിവരും. ഈ ചക്രത്തിൽ എവിടെയോ ഒരു തെറ്റ് സംഭവിക്കും. ഉദാഹരണത്തിന്, ഒരാൾ ഇന്നലെ മുഴുവൻ വീട്ടിലുണ്ടായിരുന്നു എന്ന് പറയുകയും പിന്നീട് കുറച്ചു കഴിഞ്ഞ് ഒരു സുഹൃത്തിനെ കാണാൻ പോയി എന്ന് പറയുകയും ചെയ്താൽ ഇതൊരു വൈരുദ്ധ്യമാണ്. രണ്ട് കാര്യങ്ങളും ഒരേ സമയം സത്യമാകാൻ കഴിയില്ല. ഇങ്ങനെയാണ് ആളുകൾ അവരുടെ കഥ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. നുണയുടെ പാളികളും നീക്കം ചെയ്യപ്പെടും. നിങ്ങൾ അവന്റെ ആദ്യത്തെയും അവസാനത്തെയും ഉത്തരങ്ങൾ ശാന്തമായും ക്ഷമയോടെയും നിരീക്ഷിച്ചാൽ ഈ വ്യത്യസ്ത പാറ്റേണുകൾ നിങ്ങൾക്ക് മനസ്സിലാകും. പ്രത്യേകിച്ചും നിങ്ങൾ അവനോട് ഒരേ കാര്യം വ്യത്യസ്ത രീതികളിൽ ചോദിക്കുമ്പോൾ ചിലപ്പോൾ അവന്റെ ഉത്തരം മാറും. ഇത് നുണയുടെ അടയാളവുമാണ്. ശ്രദ്ധിക്കുക. ചിലപ്പോൾ ആളുകൾക്ക് ശരിക്കും മറക്കാൻ കഴിയും. അതിനാൽ മറ്റു നിയമങ്ങൾക്കൊപ്പം ഈ നിയമവും ശ്രദ്ധിക്കുക. നാലാം നിയമം, വികാരങ്ങളുടെ ശക്തി പരിശോധിക്കുക. ഒരു നുണയന്റെ വികാരങ്ങൾ പലപ്പോഴും വ്യാജമാണ്. ഉദാഹരണത്തിന്, ഒരാൾ ഒരുപാട് സങ്കടമോ സന്തോഷമോ കാണിക്കുന്നുണ്ടെങ്കിലും അവരുടെ കണ്ണുകളിൽ കണ്ണുനീരോ മുഖത്ത് യഥാർത്ഥ വികാരമോ ഇല്ലെങ്കിൽ അത് സംശയാസ്പദമാണ്. യഥാർത്ഥ വികാരങ്ങൾ ഉള്ളിൽ നിന്നാണ് വരുന്നത്. അവർ കഠിനമായി ശ്രമിക്കേണ്ടതില്ല. എന്നാൽ ഒരാൾ കള്ളം പറയുമ്പോൾ അവർ ചിന്തിക്കുകയും വികാരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് അവരുടെ ശബ്ദം, മുഖഭാവങ്ങൾ, കണ്ണുകളിലെ പ്രകാശം എന്നിവ വ്യത്യസ്തമാകുന്നത്. ഉദാഹരണത്തിന്, നിങ്ങളുടെ സഹായത്തിൽ അവർ വളരെ സന്തുഷ്ടരാണെന്ന് ഒരു സുഹൃത്ത് പറയുന്നു. എന്നാൽ അവരുടെ മുഖം സന്തോഷകരമല്ലെങ്കിൽ, അല്ലെങ്കിൽ അവർ വീണ്ടും വീണ്ടും പുഞ്ചിരിക്കാൻ ശ്രമിച്ചാൽ എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലാക്കുക. അതുപോലെ വ്യാജ ദുഃഖം കാണിക്കുന്ന ഒരാൾ അവരുടെ മുഖത്ത് ഇടയ്ക്കിടെ സ്പർശിക്കുകയോ താഴേക്ക് നോക്കുകയോ മുഖം തിരിക്കുകയോ ചെയ്തേക്കാം. എന്നാൽ ശ്രദ്ധിക്കുക, എല്ലായ്പ്പോഴും ധാരാളം വികാരങ്ങൾ കാണിക്കുന്നത് നുണയുടെ ലക്ഷണമല്ല. ചിലർ സ്വാഭാവികമായും നാടകീയരായിരിക്കാം. അതിനാൽ നിങ്ങളുടെ സംസാരം, ശരീരഭാഷ, ശബ്ദത്തിന്റെ സ്വരങ്ങൾ എന്നിവയെക്കുറിച്ച് ചിന്തിക്കുക. ചട്ടം പോലെ അവർക്ക് സമയം നൽകുക. ഒരു നുണയൻ തന്റെ നുണ തയ്യാറാക്കാൻ സമയം ആഗ്രഹിക്കും.
നിങ്ങൾ പെട്ടെന്ന് അവരോട് നിരവധി ചോദ്യങ്ങൾ ചോദിക്കുകയോ ഉടനടി ഉത്തരങ്ങൾ ചോദിക്കുകയോ ചെയ്താൽ അവർ പരിഭ്രാന്തരാകുകയോ കുഴങ്ങുകയോ ചെയ്തേക്കാം. ഉദാഹരണത്തിന്, ഇന്നലെ രാത്രി അവർ എവിടെയായിരുന്നു എന്ന് നിങ്ങൾ ആരോടെങ്കിലും ചോദിക്കുക. അവർ ഉടനെ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഇവിടെയും ഇവിടെയും ചിന്തിക്കാനോ നോക്കാനോ തുടങ്ങിയാൽ അതിനർത്ഥം അവർ മനസ്സിൽ ഒരു ഉത്തരം രൂപപ്പെടുത്തുന്നു എന്നാണ്. എന്നാൽ സത്യസന്ധരായ ഒരാൾ മടി കൂടാതെ വ്യക്തമായി ഉത്തരം നൽകും. അതിനാൽ നിങ്ങൾക്ക് ഒരാളെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അവരോട് പെട്ടെന്ന് ചോദ്യങ്ങൾ ചോദിച്ച് ഉടനടി ഉത്തരം ചോദിക്കുക. ഇത് നുണയന്റെ മനസ്സിൽ ഉത്കണ്ഠ വർദ്ധിപ്പിക്കും. അവന്റെ മുഖത്തിനും ശരീരത്തിനും ഇവിടെയും ശ്രദ്ധ ആവശ്യമാണ്. ചിലപ്പോൾ സത്യം പറയുമ്പോൾ പോലും ചോദ്യങ്ങൾ പ്രായമായാലും ക്ഷീണിതനായാൽ പോലും അയാൾ ഉത്തരം നൽകാൻ സമയമെടുത്തേക്കാം. അതിനാൽ ഇതിനെ മാത്രം അടിസ്ഥാനമാക്കി നിഗമനങ്ങളിൽ എത്തരുത്. മറ്റു നിയമങ്ങളും പരിഗണിക്കുക. റൂൾ നമ്പർ 6: അധിക വിവരങ്ങൾ പരിഗണിക്കുക. ഒരു നുണയൻ തന്റെ കഥ വിശ്വസനീയമാക്കാൻ അനാവശ്യമായ ധാരാളം വിവരങ്ങൾ നൽകും. പ്രധാന ചോദ്യവുമായി ബന്ധമില്ലാത്ത ചെറിയ കാര്യങ്ങൾ അവൻ പറയാൻ തുടങ്ങും. ഉദാഹരണത്തിന്, നിങ്ങൾ ഒരാളോട് ഇന്നലെ അവരെവിടെയായിരുന്നു എന്ന് ചോദിക്കുന്നു. അതിന് അവർ പറയും, ഞാൻ മാർക്കറ്റിൽ പോയി, അവിടെ ഒരു ചുവന്ന കാർ കണ്ടു, പെട്ടെന്ന് മഴ പെയ്യാൻ തുടങ്ങി, അപ്പോഴാണ് ഞാൻ എന്റെ സുഹൃത്തിനെ കണ്ടുമുട്ടിയത്. ഇത് വളരെയധികം വിവരങ്ങളാണ്. സത്യസന്ധനായ ഒരാൾ നേരിട്ട് ഞാൻ മാർക്കറ്റിൽ പോയി എന്ന് ഉത്തരം നൽകും. ഈ വ്യാജൻ തന്റെ സംസാരത്തിൽ വളരെയധികം കാര്യങ്ങൾ ചേർക്കുന്നതിനാൽ ശ്രോതാവ് ആശയക്കുഴപ്പത്തിലാവുകയും യഥാർത്ഥ ചോദ്യം മറക്കുകയും ചെയ്തേക്കാം. ഇത് നുണയുടെ സൂചനയുമാകാം. എന്നാൽ ഇവിടെയും ഒരു ജാഗ്രത ആവശ്യമാണ്. ചിലർ സ്വാഭാവികമായും വിശദമായി സംസാരിക്കുന്നു. അതിനാൽ ആദ്യം ഈ സ്വഭാവം മനസ്സിലാക്കുക. ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ച് അസാധാരണമായി ദീർഘനേരം സംസാരിക്കുകയാണെങ്കിൽ ജാഗ്രത പാലിക്കുക. 7ാമത്തെ നിയമം: നിങ്ങളുടെ അവബോധത്തെ വിശ്വസിക്കുക. നമുക്കെല്ലാവർക്കും അവബോധം അല്ലെങ്കിൽ ഗട്ട് ഫീലിംഗ് എന്ന സ്വാഭാവിക വികാരമുണ്ട്. ആരെങ്കിലും കള്ളം പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലെ ഒരു ചെറിയ ശബ്ദം ഇത് ശരിയാണെന്ന് തോന്നുന്നില്ലെന്ന് നിങ്ങളോട് പറയുന്നു. ഈ അവബോധത്തെ അവഗണിക്കരുത്. ആരെങ്കിലും നിങ്ങളുടെ കണ്ണിൽ നോക്കി സത്യം പറയുകയാണെന്ന് പറയുകയും എന്നാൽ നിങ്ങളുടെ മനസ്സ് സംശയത്താൽ നിറഞ്ഞിരിക്കുകയും ചെയ്താൽ ആ വികാരത്തിന് പ്രാധാന്യം നൽകുക. നിങ്ങളുടെ വ്യക്തിത്വം, വ്യക്തിയുടെ മുഖം, ശരീരഭാഷ, വാക്കുകൾ, സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ സിഗ്നലുകളും സംയോജിപ്പിച്ച് നിങ്ങൾക്ക് ഈ പ്രവർത്തനം നൽകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഈ 7 നിയമങ്ങൾ പരീക്ഷിച്ചു നോക്കുന്നത് തുടരുകയാണെങ്കിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിങ്ങൾ യഥാർത്ഥവും വ്യാജവുമായ കാര്യങ്ങൾ തമ്മിൽ വേർതിരിച്ചറിയാൻ പഠിക്കും. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യൂ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തൂ. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ ബെൽ ഐക്കൺ അമർത്തൂ.